നിരന്തരം യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ തീരെ ഇല്ലാതായി. മതപഠനത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുകയും മറ്റുള്ള പഠനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചില ആളുകൾ മറ്റുള്ള പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൾച്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കുക, വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോഴൊക്കെ അത്തരം സൊസൈറ്റിയിൽ വളർന്ന കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്, അവരുടെ ജീവിതശൈലി, അവരുടെ സാമ്പത്തിക നിലവാരം ചിലപ്പോൾ അതിലൊരു വലിയ വിഷയമായി മാറും. ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ കണ്ടീഷൻ ഒരു വിഷയമായി മാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ പ്രേക്ഷകർക്ക് ടോക്ക് വിത്ത് സയ്യിദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മൻഷർ ഗ്രൂപ്പ് MDയും ഖുർആനിക് സ്പിരിച്വൽ ഹീലറും സൈക്കോളജിസ്റ്റുമായ സയ്യിദ് ഉമർ സഖാഫ് തങ്ങളോടൊപ്പമാണ് നമ്മളുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ സർ നമ്മൾ കുട്ടികളിലെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, ചൈൽഡ് സൈക്കോളജിയിലെ സ്കോളസ്റ്റിക് ബാക്ക്വേർഡ്നെസ്, കുട്ടികളുടെ പഠന പിന്നാക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. പ്രധാനമായും 4 കാരണങ്ങളാണ് പഠന പിന്നാക്കത്തിന് കാരണമായിട്ടുള്ളത്. പ്രധാനമായും 4 റീസൺസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് അവിടുന്ന് തന്നെ ആരംഭിക്കാമെന്ന് തോന്നുന്നു. കൃത്യമായ സ്വാഗതം. സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്സുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും 4 റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന്, കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാൻ സൊസൈറ്റി ഒരു റീസണാണ്. അതുപോലെ ഫാമിലി മറ്റൊരു റീസണാണ്. അതുപോലെ സ്കൂള്, കുട്ടികളുടെ വളർച്ച ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി ചേർക്കുന്ന സ്കൂളുകളും കുട്ടികളുടെ ബാക്ക്വേർഡ്നെസ്സിന് ഒരു റീസൺ ആകുന്നുണ്ട്. നമ്മൾ വിശദമായി സംസാരിച്ചതായിരുന്നു. അതുപോലെ ചൈൽഡ്, കുട്ടി തന്നെ ഒരു റീസണാണ്. കുട്ടിയിലുണ്ടാകുന്ന വ്യത്യസ്തമായ പ്രോബ്ലംസ്, ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ആകാം, സൈക്കോളജിക്കലി പ്രോബ്ലംസ് ആകാം, സൈക്കോ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ആകാം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രോബ്ലംസ് കുട്ടിയിൽ തന്നെ ഉണ്ടാകാം. ഇതെല്ലാം കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥക്കുള്ള റീസൺസ് ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ റീസൺസ് പറയുമ്പോൾ സൊസൈറ്റി, സമൂഹമാണ് കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. ഈ സമൂഹം തന്നെ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് എങ്ങനെയാണതൊരു കാരണമായി തീരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കും തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായി? പഠന പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി ഒരു റീസണാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ട് എന്നാണല്ലോ ചോദ്യം. സൊസൈറ്റിയിൽ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് പ്രധാനമായി നമ്മൾ പറയുകയാണെങ്കിൽ പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞത് സൊസൈറ്റി ആണല്ലോ. അപ്പോൾ സൊസൈറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തത് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്, അവരുടെ ജീവിതശൈലി, അവരുടെ സാമ്പത്തിക നിലവാരം ചിലപ്പോൾ അതിലൊരു വലിയ വിഷയമായി മാറും. ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ കണ്ടീഷൻ ഒരു വിഷയമായി മാറും. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും സൊസൈറ്റി നേരിടുമ്പോൾ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉണ്ടാകാം. മറ്റൊരു പോയിൻ്റായി പറയുകയാണെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. അതായത് സൊസൈറ്റിയിലെ ചില ആളുകൾ പെൺകുട്ടികൾക്ക് വലിയ പ്രാധാന്യം നൽകും, ആൺകുട്ടികളെ ഇഗ്നോർ ചെയ്ത് കളയും. ചില ആളുകൾ പെൺകുട്ടികളെ ഇഗ്നോർ ചെയ്ത് കളയും, ആൺകുട്ടികൾക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പം അവരുടെ ഇടയിലുള്ള ഈ താരതമ്യം ചെയ്യുക എന്ന് പറയുന്ന ഈ സംഭവം സത്യത്തിൽ കുട്ടികളിൽ പഠന പിന്നോക്കാവസ്ഥ വരാൻ അതൊരു റീസണായിത്തീരും. മറ്റൊരു വിഷയം പൂവറിറ്റിയാണ്, അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തികമായി അവർക്ക് വളരെ പ്രയാസമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ, കുട്ടികളെ സ്കൂളിൽ അയക്കാനും അവർക്ക് ദൈനംദിനം ജീവിക്കാൻ മതിയാകുന്ന സാമ്പത്തിക സിറ്റുവേഷൻ, കണ്ടീഷൻ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അത്തരം സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം സൊസൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പുവർ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് അവർക്ക് ആ സൊസൈറ്റിയിൽ അവർക്ക് സ്കൂളുകൾ ഉണ്ടാക്കാനും ആ സ്കൂളുകളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ബുദ്ധിമുട്ട്. അപ്പം അത്തരം സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് സത്യത്തിൽ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
കൾച്ചറൽ ഡിഫറൻസസ് ആണ്. കുട്ടികളുടെ ആ സൊസൈറ്റിയിൽ വ്യത്യസ്തമായ കൾച്ചറുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. ചില ആളുകളുടെ കൾച്ചർ മറ്റു ചില ആളുകൾ അക്സെപ്റ്റ് ചെയ്തു കൊള്ളണമെന്നില്ല, അതിനെ വിമർശിക്കുകയാണ്. അപ്പം ഇത്തരം വ്യത്യസ്തമായ കൾച്ചറുകളുടെ ഇടയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് പ്രോബ്ലംസ്, അവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നടന്നുകൊണ്ടിരുന്നു. ചിലപ്പോൾ രാഷ്ട്രീയപരമായോ അവിടെ ജാതിപരമായോ അല്ലെങ്കിൽ മതപരമായോ ഉള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്ഥിരമായി, ചിലപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം സൊസൈറ്റിയിൽ വളർന്ന കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ ദ പ്ലേസ് ഓഫ് വാർസ് എന്ന് പറയും. നമുക്ക് നിരന്തരം യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലം, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ തന്നെ അറിയാലോ ഫലസ്തീൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിരന്തരം യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ തീരെ ഇല്ലാതായി പോകും. അത്തരം സൊസൈറ്റിയിൽ വളർന്ന കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വിഷയം സൊസൈറ്റിയുമായി പറയുകയാണെങ്കിൽ റിസ്ട്രിക്ഷൻസ് ഫോർ സ്റ്റഡീസ് എന്ന് പറയും. അതായത് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞയക്കില്ല. പഠിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ്, അത് ദോഷം ചെയ്യിക്കും എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ സൊസൈറ്റിയിൽ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. ചില ആളുകൾ മതപഠനത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുകയും മറ്റുള്ള പഠനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും, ചില ആളുകൾ മറ്റുള്ള പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൾച്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കുക, വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോഴൊക്കെ അത്തരം സൊസൈറ്റിയിൽ വളർന്ന കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ നോ വാല്യൂ ഫോർ ചൈൽഡ് റൈറ്റ്സ്. കുട്ടികൾക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ടല്ലോ, അതിനെ വില വെക്കാതിരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സൊസൈറ്റി, അത്തരം സൊസൈറ്റിയിൽ വളർന്ന കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എൻകറേജ് ചൈൽഡ് ലേബർ. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഇപ്പം ഇവിടെയൊക്കെ നിയമങ്ങളുണ്ടല്ലോ, 18 വയസ്സ് വരെ കുട്ടികൾ ജോലി ചെയ്യാൻ പാടില്ല, അവർക്ക് ജോലി കൊടുക്കാൻ പാടില്ല. കാരണം അവർ പഠനത്തിന് വേണ്ടി എൻകറേജ് ചെയ്യാണ് സർക്കാരുകൾ. ബാലവേല നിരോധനം എന്നൊക്കെ. അതെ 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 അതെ. അപ്പം ചില സൊസൈറ്റിയിൽ ജീവിക്കുന്ന ചില ആളുകൾ അത്തരം നിയമങ്ങളൊന്നും വിലവെക്കാതെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിക്കാൻ വിടുന്നതിന് പകരം ജോലി ചെയ്യിപ്പിക്കുകയും അവരതിനു വേണ്ടി എൻകറേജ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത്തരം കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സൊസൈറ്റിയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ നാടുകളിലൊന്നും ഇത്തരം പ്രോബ്ലംസ് പലപ്പോഴും നമുക്ക് കണ്ടുവരാറില്ല. എന്നാലും ചില ഭാഗങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറും അനുഭവിക്കാറുമുണ്ട്. ഇത്തരം വിഷയം സൊസൈറ്റിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ, കുട്ടികളുടെ പഠനത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ, പ്രാധാന്യം കൊടുക്കുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ പഠന പിന്നോക്കാവസ്ഥയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയും. സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് അഥവാ പഠന പിന്നോക്കവുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാരണമായി മാറുന്നത് എന്ന് നമ്മൾ ഇന്നത്തെ ഈ സൈഡ് ടോക്സിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇനി അതിൻ്റെ അടുത്ത ഒരു ഭാഗവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.